ഞാൻ 11 കൊല്ലം ദുബൈയിൽ നിന്ന് 8 കൊല്ലം മസ്കറ്റിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ മേടിച്ചതല്ല എൻ്റെ ഭാര്യയുടെ വില. മക്കളെയൊക്കെ പഠിപ്പിച്ച് അവരൊക്കെ ഇപ്പൊ ചോവില്ലാത്ത രീതിയായി. വീടൊക്കെ വെച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോ എൻ്റെ ബാലൻസ് ഇല്ലാതെ ചൊല്ലി എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ മൂത്ത് വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ പ്രതികരിച്ചു. അന്നേരം ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോകും. മക്കളൊക്കെ വിപ്ലവം എന്ന് പറയുന്ന ഒരു ഇതുണ്ടോ? അത് ഇപ്പൊ എറണാകുളത്ത് ഒരു വലിയ ഓഫീസിൽ ജോലി ചെയ്യാം. അനന്തു ആർ ദേവ്. മോള് ഇന്ത്യ ഓഫീസർക്ക് ഭയങ്കര മരുമോൻ ചാത്തന്നെ ഓഫീസിൽ. പിന്നെ മോന് വേണ്ടി ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും ഒക്കെ ഭാര്യയുടെ കാലത്തെ തവന പള്ളിമുക്കി മോക്ക് മേടിച്ചു. ഞാനിങ്ങനെ ജീവിക്കുന്നു. നാളെ അവർക്ക് ഈ ഗതിയോടെ വരാതിരിക്കട്ടെ. ഞാൻ ശമിക്കത്തില്ല, പാടില്ല. ഒരു പ്രവാസിയുടെ അനുഭവമാണിത്. 18 വർഷക്കാലം പ്രവാസ ലോകത്ത് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച ഒരു പിതാവിന്റെ ജീവിത സാഹചര്യം, ഇപ്പോഴത്തെ ജീവിത സാഹചര്യമാണ് നമ്മൾ കണ്ടത്. മകൾ ബാങ്കിന്റെ ഒരു ഉദ്യോഗസ്ഥയാണ്. അതുപോലെ തന്നെ മകൻ വലിയൊരു കമ്പനിന്റെ മേലുദ്യോഗസ്ഥനാണ്. ഭാര്യയുണ്ട്, നല്ല നിലയിൽ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്. എന്നിട്ടും ആ പിതാവ് തെരുവിലറിയേണ്ട ഒരവസ്ഥ. ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ള പല പ്രവാസികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ അവിടെ നിന്ന് അധ്വാനിച്ച കാശിന്റെ സമ്പാദ്യം കൊണ്ട് നാട്ടിൽ വീട് വെച്ചു, ഭാര്യയുടെ പേരിൽ എഴുതി കൊടുത്തു, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, മക്കളൊക്കെ നല്ല പ്രാപ്തരായി. പിന്നീട് പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ഇവരുടെയൊക്കെ സ്വഭാവത്തിന്റെ വ്യതിയാനങ്ങൾ അദ്ദേഹം തിരിച്ചറിയുന്നത്. അവർ തമ്മിലുണ്ടാകുന്ന ചെറിയൊരു കശപിശന്റെ പേരിലാണ് ഇങ്ങനെ ഈ രീതിയിൽ അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നത്. ഇത്തരം അനുഭവങ്ങൾ പ്രവാസികളുടെ മുമ്പിൽ പലപ്പോഴും തുറന്നു കാട്ടുന്നുണ്ടെങ്കിൽ തന്നെ പല പ്രവാസികളും പഠിക്കാറില്ല എന്നതാണ് ദുഃഖകരമായ ഒരു വസ്തുത. കാരണം അവർ അധ്വാനിക്കുന്ന, അതായത് അവർ മണലാരണ്യത്തിൽ ചോര വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന കാശ് മുഴുവനും ഇതുപോലെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ ചിലവഴിക്കും. അവസാനം അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് കുടുംബത്തിന്റെ യഥാർത്ഥ മുഖം അവർ തിരിച്ചറിയുക. എല്ലാ കുടുംബങ്ങളും അത്രക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മിക്ക കുടുംബങ്ങളും ഇങ്ങനെയുള്ള രീതിയിലാണ്. കാരണം പ്രവാസികളെ അവരുടെ സ്വന്തം കുടുംബങ്ങൾ കാണുന്നത് ഒരു കറുവ പശു പോലെയാണ്. അവിടെ നിന്ന് കാശ് നല്ല രീതിയിൽ അയക്കുമ്പോൾ അവരുടെ നല്ല സന്തോഷങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കും. അവിടെ നിന്ന് വരുന്ന കാശ് നിലക്കുമ്പോഴാണ് ഇതുപോലെയുള്ളവർ വെളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ എത്തിപ്പെടുന്നത്. ആ പിതാവ് അവസാനമായി പറയുന്ന ഒരു വാക്കുകൾ ഉണ്ടല്ലോ, ഞാൻ അവർക്കെതിരെ ശപിക്കത്തില്ല എന്നുള്ളത്. ഇതൊക്കെ ഒരു കർമ്മം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് കാണുന്ന മക്കൾക്ക് ഒരു ബോധ്യം വേണം. നാളെ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളിപ്പം ബാങ്കിന്റെ ഉദ്യോഗസ്ഥയോ അല്ലെങ്കിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ വലിയൊരു ഉദ്യോഗസ്ഥനെല്ലാം ആയിരിക്കാം, എങ്കിലും കർമ്മം എന്നുള്ളൊരു കാര്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഭവിക്കുമെന്നുള്ള കാര്യം ആ പിതാവ് ശപിച്ചിട്ടില്ലെങ്കിലും പ്രകൃതി നിങ്ങളെ ശപിക്കും. അതുകൊണ്ട് ആ വീഡിയോ അദ്ദേഹത്തിന്റെ മക്കൾ കാണുകയാണെങ്കിൽ ഒരു അഭ്യർത്ഥന പോലെ പറയാനുള്ളത്, നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനോട് പ്രായശ്ചിത്തം മാപ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോവുക എന്നതാണ്. കാരണം ഒരു മനുഷ്യനിക്കും സഹിക്കാവുന്നതിലപ്പുറമാണ് ആ വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോൾ വളരെ അധികം വിഷമം തോന്നിപ്പോയി. അതായത് നല്ല നിലയിൽ ജീവിച്ച ഒരു പ്രവാസിക്ക് ഇതുപോലെ തെരുവിലറിയേണ്ട ഒരവസ്ഥ, അതും മക്കളൊക്കെ നല്ല നിലയിൽ ജീവിക്കേണ്ട മക്കൾ, പ്രാപ്തരായ മക്കൾ, ഉദ്യോഗസ്ഥരായ മക്കൾ, ഇങ്ങനത്തെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടും ആ മനുഷ്യൻ തെരുവിലറിയേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എത്രമാത്രം ദയനീയമാണ്. ഇതൊക്കെ പ്രവാസികൾ ഒരു പാഠമായി ഉൾക്കൊള്ളണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നിങ്ങൾ അധ്വാനിക്കുന്ന കാശ് മുഴുവനും നിങ്ങൾ കുടുംബത്തിന് മാത്രം ചെലവഴിക്കാതെ നിങ്ങളുടെ ശിഷ്ടകാലത്തേക്കുള്ള ഒരു കരുതൽ എന്നുള്ള രീതിയിലും ഒരു സമ്പാദ്യം കരുതി വെക്കണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ളവരുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മപ്പെടുത്തുന്നു.